എയ്സും NIS-ഉം ACS-ഉം ഒക്കെ അമേരിക്ക പോലെയുള്ള ഒരു വലിയ ഫെഡറൽ ഗവൺമെൻറ് 5 കൊല്ലം എക്സ്പേർട്സിനെ വെച്ച് റിഗറസ് ആയിട്ടുള്ള റിസർച്ച് നടത്തി അതുവരെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂ ചെയ്ത് പ്രീ റിവ്യൂഡ് ജേണൽസ് നോക്കി വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെയാണ് അതിൻ്റെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് സിലബസ് സെറ്റ് ചെയ്യുന്നത് വരെ. കാരണം എക്സൈസ് ഇൻഡസ്ട്രി ഒരു ഡൈനാമിക് ഇൻഡസ്ട്രിയാണ്. ഒരു 10 കൊല്ലം മുമ്പ് ജിമ്മിലുണ്ടായിരുന്ന അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പോൾ ജിമ്മിലുള്ളത്. കാലത്തിനനുസരിച്ചിട്ട് ഇൻഡസ്ട്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും നമ്മളത് അപ്ഡേറ്റ് ആവാതിരിക്കുകയും ചെയ്യും. റാൻഡമൈസ്ഡ് ലോക്കൽ ട്രെയിനിങ് സർട്ടിഫിക്കേഷനിലൊക്കെ മെയിൻലി എന്താണ് കാർഡിയോ റെസ്പിറേറ്ററി ട്രെയിനിങ്, എന്താണ് മസ്കുലർ ട്രെയിനിങ് എന്ന് പഠിപ്പിച്ചു പോവുക എന്നല്ലാതെ എങ്ങനെയാണ് ഒരാളെ റെഗുലർ എക്സസൈസർ ആക്കുക എന്നുള്ളതോ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഹൈപ്പർട്രോഫിക്ക് 8 to 12 റിപ്പീറ്റേഷനാണ് അടിക്കുന്നത്, എന്തുകൊണ്ടാണ് ആ 8 to 12 റിപ്പീറ്റേഷൻ എന്നുള്ള കാര്യങ്ങളോ ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മളിപ്പം ബേസിക്കലി ശാരീരികമായിട്ട് ഒരു എക്സസൈസ് എങ്ങനെയാണ് അതിൽ അക്യൂട്ട് ക്രോണിക് റെസ്പോൺസ് വരുന്നത്, ബോഡി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാവുമ്പോഴാണ് നിങ്ങൾക്ക് ഇന്നലെ വരെ ഇനാക്റ്റീവ് ആയിരുന്നൊരു ആളെയും ഒരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള അത്ലറ്റിനും ഒരേപോലെ ട്രെയിനിങ് പാരാമീറ്റേഴ്സ് നോക്കി നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. അവിടെയാണ് NISM-ൻ്റെയും എയ്സിൻ്റെയും അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം അത് റിഗറസ്ലി അപ്ഡേറ്റഡ് ആണ്. എയ്സ് NIS-ഉം അതേപോലെയുള്ള സർട്ടിഫിക്കേഷൻസ് ആവശ്യമാണെങ്കിൽ കമൻറ്റിൽ എയ്സ് എന്ന് ടൈപ്പ് ചെയ്യുക, ACE.